വ്യക്തമായ ഭാഷയിൽ കൃത്യമായി സംഘപരിവാറിനെതിരെ വാക്ശരങ്ങൾ എയ്യുന്ന മഹുവ മൈത്രെ മോദിയെയും കൂട്ടരെയും വിറപ്പിക്കുന്ന തൃണമൂലിന്റെ തീപ്പൊരു നേതാവാണ്. രാഷ്ട്രീയത്തിലിറങ്ങിയ കാലം മുതൽ BJPയുടെ കണ്ണിലെ കരടാണ് മഹുവ. BJPയുടെ ബ്ലാക്ക് ലിസ്റ്റിലെ പ്രധാനി. അതുകൊണ്ട് തന്നെ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ പാർലമെന്റിൽ നിന്ന് തന്നെ പുറത്താക്കിയാണ് BJP വൈരാഗ്യം തീർത്തത്. 17ാമത് ലോക്സഭയിൽ അവർ നടത്തിയ ഫാസിസത്തിന്റെ 7 അടയാളങ്ങൾ എന്ന തീപ്പൊരി പ്രസംഗം ഇന്ത്യയിൽ അത്രമേൽ ചർച്ചയായിരുന്നു. തന്നെ പാർലമെന്റിൽ നിന്ന് ആട്ടിയിറക്കിയവരുടെ മുന്നിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് 1.5 ലക്ഷത്തിന്റെ ലീഡുമായാണ് മഹുവ ഇക്കുറി പാർലമെന്റിലെത്തിയത്. കഴിഞ്ഞ ദിവസം മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള മഹുവയുടെ പാർലമെന്റ് പ്രസംഗം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. NDA സർക്കാരിനെ കടന്നാക്രമിച്ചത് കൂടാതെ ഗോദി മീഡിയകളെ വിമർശിക്കാനും പതിവ് പോലെ അവർ മറന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിൽ NDA സർക്കാർ ജനാധിപത്യത്തെ വ്യവസ്ഥാപിതമായി ഇല്ലാതാക്കിയെന്ന് മഹുവ പറഞ്ഞു. ഭരണഘടന 1000 മുറിവുകളിലൂടെ ചോര ഒലിപ്പിക്കുകയാണെന്നും സഭയിൽ അവർ കൂട്ടിച്ചേർത്തു. മഹത്തായ പുരുഷന്മാരും സ്ത്രീകളുമാണ് ഈ രാഷ്ട്രം നിർമ്മിച്ചത്. എന്നാൽ ഒരാളും രാജ്യത്തെക്കാൾ വലുതാണെന്നും ഭരണഘടനയുടെ തത്വങ്ങൾക്ക് മുകളിലാണെന്നും വിശ്വസിക്കരുത്. അത് ഉറപ്പാക്കുകയാണ് ഇന്നത്തെ യഥാർത്ഥ വെല്ലുവിളി. കഴിഞ്ഞ 10 വർഷമായി ഈ സർക്കാരിന്റെ പ്രവർത്തന രീതി വളരെ ഇഴഞ്ഞു നീങ്ങുന്നതാണ്. പാർട്ടിയും സംസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കാൻ മോദി സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഭരണഘടനയെ 1000 വെട്ടുകൊണ്ട് കൊല്ലുകയാണ്. തിരഞ്ഞെടുപ്പ് കൃത്രിമങ്ങൾ, വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കൽ തുടങ്ങിയവയിലൂടെ ഭരണകക്ഷി അന്യായമായ നേട്ടമുണ്ടാക്കി. ഇന്ത്യയിൽ വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കൽ അതിശയകരമായ അനുപാതത്തിലെത്തിക്കുകയായിരുന്നു. പോലീസ് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും തല്ലുകയും ചെയ്തിരുന്നു. രാംപൂരിലും സംഭലിലും നമ്മൾ അത് കണ്ടു. മുഴുവൻ പ്രദേശവാസികളും വീട്ടിൽ തന്നെ ഇരിക്കാൻ നിർബന്ധിതരായി എന്ന് പൊതു തിരഞ്ഞെടുപ്പിനെയും സമീപകാല ഉപതെരഞ്ഞെടുപ്പുകളെയും പരാമർശിച്ച് മഹുവ പറഞ്ഞു. ബാബരി മസ്ജിദ് കേസിൽ വിധിയുണ്ടാക്കാൻ ദൈവത്തിന്റെ സഹായം തേടിയെന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡിന്റെ പരാമർശത്തെയും മഹുവ രൂക്ഷമായി വിമർശിച്ചു. വിധികൾ എഴുതാൻ വസ്തുതാനിഷ്ഠമായ യുക്തി, ന്യായവാദം, നിയമം, ഭരണഘടന എന്നിവയെ ആശ്രയിക്കുന്നതിന് പകരം ജഡ്ജിമാർ ദൈവവുമായി സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുമെന്ന് ഭരണഘടനാ ശില്പികൾ ഒരിക്കലും സങ്കല്പിച്ചിട്ടുണ്ടാവില്ലെന്ന് ഭരണഘടനാ ചർച്ചയിൽ മഹുവ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഗണപതി പൂജയ്ക്ക് വീട്ടിലേക്ക് ക്ഷണിച്ച ചന്ദ്രചൂഡിന്റെ നടപടിയെയും മഹുവ വിമർശിച്ചു. സൊറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസ് പരിഗണിച്ചിരുന്ന CBI ജഡ്ജിയായ BH ലോയയുടെ മരണത്തെക്കുറിച്ചും മഹുവ സംസാരിച്ചു. A മുതൽ Z വരെയുള്ള പേരുകൾക്ക് തന്റെ കാലത്ത് ജാമ്യം നൽകിയിരുന്നുവെന്ന് വിരമിക്കുന്നതിന് മുമ്പ് നൽകിയ അഭിമുഖത്തിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞിരുന്നു. അർണബ് ഗോസ്വാമി മുതൽ സുബൈർ വരെയുള്ളവർക്ക് ജാമ്യം നൽകിയ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ Gയിൽ ഗുൽഫിഷ ഫാത്തുമയോ Hൽ ഹനി ബാബുവോ ഇല്ലെന്ന് മഹുവ പറഞ്ഞു. Sൽ ഷർജിൽ ഇമാമോ യുവിൽ ഉമർ ഖാലിദോ ഇല്ല. 1000 മുറിവുകളിലൂടെ BJP ഭരണഘടനയെ കൊല്ലുകയാണെന്നും മഹുവ പറഞ്ഞു. വോട്ടവകാശം എടുത്തു കളയുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ, പൗരത്വ നിയമം നടപ്പാക്കൽ, ബുൾഡോസർ രാജ്, ഇലക്ട്രൽ ബോണ്ട് എന്നിവ അതിന് തെളിവാണ്. ഇലക്ട്രൽ ചട്ടങ്ങൾ മോദി ചട്ടങ്ങൾ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നതെന്നും അവർ പരിഹസിച്ചു. അതേസമയം സുപ്രീം കോടതി തീർപ്പാക്കിയ ലോയ കേസ് അനാവശ്യമായി ഉന്നയിക്കുകയാണെന്നാരോപിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്തെത്തി. മഹുവയ്ക്കെതിരെ ഉചിതമായ നടപടി എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്നെ ഭീഷണിപ്പെടുത്തിയതിന് മന്ത്രിക്കെതിരെയാണ് നടപടിയെടുക്കുകയെന്ന് മഹുവ സാമൂഹ്യ മാധ്യമമായ Xൽ പ്രതികരിച്ചു. അതേസമയം താൻ കോടതിയിൽ വിധിയിൽ എഴുതുന്ന കാര്യങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂവെന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞു. അഭിഭാഷകരുടെ നിലപാട് അറിയാനായി പലപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നും ഗ്യാൻവാപ്പി മസ്ജിദ് കേസിലെ സർവേയുമായി ബന്ധപ്പെട്ട് വിധിയിലെ ചോദ്യങ്ങൾക്കുത്തരമായി അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലെ ഗ്യാൻവാപ്പി കേസിൽ സർവേ നടത്തണമെന്ന ജില്ലാ കോടതി വിധി അലഹബാദ് ഹൈക്കോടതി ശരിവച്ചതിനെതിരായ അപ്പീൽ ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചാണ് 2022 മെയ്യിൽ പരിഗണിച്ചിരുന്നത്. ഒരു ആരാധനാലയത്തിന് രൂപാന്തരം വരുത്താൻ ഉദ്ദേശമില്ലാത്ത പക്ഷം അതിന്റെ സ്വഭാവം പരിശോധിക്കുന്നതിന് 1991 ആരാധനാലയ സംരക്ഷണ നിയമം തടസ്സമല്ലെന്ന് DY ചന്ദ്രചൂഡ് പറഞ്ഞത്. ഇതിനുശേഷമാണ് രാജ്യത്ത് 10 മസ്ജിദുകൾക്കെതിരെ ഹിന്ദുത്വർ അന്യായമായും സർവേ ആവശ്യങ്ങളുമായി രംഗത്തെത്തിയത്. മഹുവയുടെ തിരിച്ചുവരവ് പ്രസംഗം BJPയെയും സംഘപരിവാർ അനുകൂലികളെയും വിറപ്പിച്ചു എന്ന് വേണം പറയാൻ. കൂടാതെ ജനാധിപത്യ വിശ്വാസികൾക്ക് പുത്തൻ പ്രതീക്ഷകളും പകരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഐക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്.